എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പഴമാണ് പാഷൻ ഫ്രൂട്ട്. പല ആളുകൾക്കുള്ള സംശയമാണ്, അല്ലെങ്കിൽ പലരും പറയാറുള്ളൊരു കാര്യമാണ്, വീട്ടിൽ പാഷൻ ഫ്രൂട്ട് പന്തലിട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പാമ്പുകൾ പാഷൻ ഫ്രൂട്ട് പന്തലിൽ സ്ഥിര താമസമാക്കുന്നൊക്കെ. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു പേടി കാരണം പാഷൻ ഫ്രൂട്ട് പന്തലിടാതെ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പാഷൻ ഫ്രൂട്ട് വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ വീട്ടിൽ പാമ്പ് വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം. പാഷൻ ഫ്രൂട്ട് എപ്പോഴും പെട്ടെന്ന് വളർന്ന് പന്തലിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വള്ളിച്ചെടിയാണ്. വീട്ടിലേക്ക് ഒരു പന്തലിട്ട് കഴിഞ്ഞാൽ വർഷത്തിൽ 8 മാസത്തോളം നമുക്ക് ഇഷ്ടം പോലെ പഴങ്ങൾ കിട്ടി തുടങ്ങും. പാഷൻ ഫ്രൂട്ട് പല ടൈപ്പുകളുണ്ടെങ്കിലും മഞ്ഞയൊക്കെയാണ് പലരുടെയും പ്രിയപ്പെട്ട വെറൈറ്റി. അപ്പോൾ പാഷൻ ഫ്രൂട്ട് പന്തലിടുന്ന സമയത്ത് പല ആളുകളും പാമ്പിനെ കണ്ട് പേടിക്കാറുണ്ട്. പലപ്പോഴും പച്ചില പാമ്പും ചേര പോലുള്ള പാമ്പുകളൊക്കെയാണ് മിക്ക സമയങ്ങളിലും ഈ പാമ്പിനെ കണ്ടു എന്ന് പറയുന്ന ആളുകളുടെ പന്തലുകളിൽ ഉള്ളതായിട്ട് പറയാറ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവ പന്തലുകളിൽ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പന്തലിലുള്ള ചെറിയ പ്രാണികളെയും പച്ചത്തുള്ളൻ, തേനീച്ചകൾ ഇവയൊക്കെ ആഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ വിഷമില്ലാത്ത പാമ്പുകൾ പലപ്പോഴും പന്തലിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പലർക്കും ഒരു സംശയമുണ്ട്, വിഷമുള്ള പാമ്പുകൾ ഇതുപോലെ വരാറുണ്ടോയെന്ന്. അങ്ങനെയുള്ള പാമ്പുകൾ പന്തൽ വഴി ആഹാരം കണ്ടെത്താൻ വേണ്ടി വരുന്നത് വളരെ അപൂർവമാണ്. എന്നാലും തീരെ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പാഷൻ ഫ്രൂട്ട് പന്തലിലെ പാമ്പുകൾ വരുന്നത് ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും. എന്നാൽ ഈ പാമ്പുകൾ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എപ്പോഴും പാമ്പുകൾ സ്ഥിരമായിട്ട് നമ്മുടെ പന്തലിൽ ഉണ്ടാകുമെന്നല്ല പറയുന്നത്. ചില സമയങ്ങളിൽ അവർക്ക് പന്തലിലേക്ക് കയറാനുള്ളൊരു അവസരം കിട്ടുകയും ഒളിച്ചിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ പന്തൽ ഒരുപാട് ഇരുട്ട് നിറഞ്ഞതൊക്കെ ആകുമ്പോഴാണ് പലപ്പോഴും പാമ്പുകൾ ഇതിനകത്ത് ഏറെ പിടിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി പാമ്പുകൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിൽ, അല്ലെങ്കിൽ പാമ്പുകൾക്ക് അവിടെ ഏറെ പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിനകത്ത് പാമ്പുകൾ വന്നിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. എപ്പോഴും പന്തലുകൾ ഇടുന്ന സമയങ്ങളിൽ വലിയ അകലമുള്ള കണ്ണികളുള്ള പന്തലുകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ്, കിണറിനിടുന്ന ടൈപ്പ് വലകളൊക്കെ ഇട്ടിട്ട് പന്തലുണ്ടാക്കും. ആ രീതിയിൽ പന്തലിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കണ്ണി അകലം കുറഞ്ഞിട്ടുള്ള വലകൾ ഇടുമ്പോൾ അതിൽ ഒരുപാട് ഇലകളും പന്തലെല്ലാം വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്ന് താഴോട്ട് സൂര്യപ്രകാശം വരാത്ത രീതിയിൽ ഇരുട്ടായി പോകും പന്തൽ. രണ്ടാമത്തെ കാര്യം, നമ്മൾ എപ്പോഴും വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ ടെറസിൻ്റെ വാർപ്പിനോട് ചേർന്ന് വരുന്ന ഭാഗത്തുള്ള വള്ളികളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. കൃത്യസമയങ്ങളിൽ ആ ഭാഗം കട്ട് ചെയ്ത് കൊടുത്ത് ഒരു ഗ്യാപ്പ് എപ്പോഴും ആ ഭാഗത്ത് പാലിക്കുക. വീടിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ വള്ളികൾ പടർത്താതിരിക്കുക. താഴോട്ട് ഞാന്ന് നിൽക്കുന്ന രീതിയിലുള്ള വള്ളികൾ ചെറുതായിട്ട് എപ്പോഴും പൊടിപ്പുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ഥിരം സ്വഭാവമാണത്. എപ്പോഴും പുതിയ കുഞ്ഞു വള്ളികൾ ഉണ്ടായി ഈ വള്ളികളെല്ലാം താഴോട്ട് ഞാന്ന് വരും. ഇത്തരം വള്ളികൾ അപ്പോൾ തന്നെ മുറിച്ച് കളയുക. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാഷൻ ഫ്രൂട്ടിന് പന്തലിട്ട കാലുകൾ ഉണ്ടാവും. ഈ പന്തലെല്ലാം വലിച്ചു കെട്ടിയിരിക്കുന്ന ഭാഗം ചിലപ്പോൾ നമ്മൾ മരങ്ങളിലേക്കാവും കെട്ടിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ കാല് കുഴിച്ചിട്ട് ഈ കാലിലേക്കായിരിക്കും നമ്മൾ പന്തലിൻ്റെ 4 ഭാഗങ്ങൾ കെട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എപ്പോഴും ഈ 4 കാല് അല്ലെങ്കിൽ മരങ്ങളുടെ ഭാഗങ്ങൾ എപ്പോഴും നല്ല രീതിയിൽ വൃത്തിയാക്കി സൂക്ഷിക്കുക. അവിടെ പുല്ലുകളോ കാടോ വളർന്ന് ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ഈ പാമ്പുകൾക്ക് വരാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു ഇരുട്ട് നിറഞ്ഞ ഭാഗമാക്കി മാറ്റാതിരിക്കുക. കരിയിലകളോ പുല്ലുകളോ ഒക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം എപ്പോഴും വൃത്തിയാക്കി വെക്കുക. ഇങ്ങനെ വൃത്തിയുള്ള ഭാഗങ്ങളിലേക്ക് മിക്കപ്പോഴും പാമ്പുകൾ വരാറില്ല എന്നതാണ് സത്യം. പിന്നെ ഈ ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്ക് കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് പാമ്പുകളുടെ ശല്യം നമ്മുടെ പാഷൻ ഫ്രൂട്ട് പന്തലിൽ തീരെ ഉണ്ടാവില്ല. അപ്പോൾ പലരും പാമ്പിനെ പാഷൻ ഫ്രൂട്ട് പന്തലിൽ കണ്ട ശേഷം ആ വള്ളിയൊക്കെ പാടെ വെട്ടി മുറിച്ച് നശിപ്പിച്ച് കളഞ്ഞ കഥകളൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാമ്പിനെ നമ്മുടെ പാഷൻ ഫ്രൂട്ട് വള്ളിയിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പാഷൻ ഫ്രൂട്ടൊക്കെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടത്. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വീട്ടിൽ പാഷൻ ഫ്രൂട്ട് പന്തലിടാം. നിങ്ങളുടെ വീട്ടിൽ എത്ര വെറൈറ്റി പാഷൻ ഫ്രൂട്ട് ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.